ഹായ് ഓൾ. സോ ഇത് OSB ട്രാവൽ വ്ളോഗിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. സോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതായത് OSB എന്ന് വേറെ ആരുമില്ല. പക്ഷേ ഇവിടുന്ന് എനിക്ക് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. സോ അവരായിരിക്കും ഇതിൽ ക്യാമിയോ റോളിൽ അവതരപ്പെടുക. എന്തോ അപരാധം. ഇതാണ് പ്രക്ഷോഭ് എൻ്റെ ഒരു കൊളീഗാണ്, എൻ്റെ ഫ്രണ്ടാണ്. ആൻഡ് ദിസ് ഈസ് ഷിജു എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ നിങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുമായിരിക്കും ഈ വ്ളോഗിൽ എൻ്റെ കൂടെ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ട്രെക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിലും വേറെ കുറച്ച് ആൾക്കാർ കാണും. വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അപ്പം അവരും കാണും. നമ്മൾ 3 പേരെ മലയാളമായിട്ടുള്ളൂ. അപ്പം ഞാൻ എവിടെയാണ് പോകണേന്ന് പറഞ്ഞില്ലല്ലേ. നമ്മൾ പോകുന്നത് ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സിലാണ്. ഇതൊരു 4 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. അതിൽ ഫസ്റ്റ് സാഹിബ് സെക്കൻഡ്, അതെ. പിന്നെ ഗാംഗരി എന്നുള്ളൊരു ബേസ് ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. പിന്നെ 2 ദിവസം വണ്ടിയിലും ഇരിക്കും അല്ലേ. യെസ്, നമ്മൾ ബദ്രിനാഥ് പോകാനും പ്ലാനുണ്ട്. അപ്പം മറ്റേ മാന വില്ലേജ് കൊള്ളാം. ഓക്കെ, അപ്പം ഇവർ രണ്ടുമായിരിക്കും, ഞാൻ കൂടുതൽ ഇവർ രണ്ടുപേരായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കാര്യം എൻ്റെ ക്യാമറ സ്കിൽസൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ മിക്കവാറും ഇവരെ മുഖത്തൊക്കെ ആയിരിക്കും ക്യാമറ എടുത്ത് പിടിക്കുക. ഇത് വരില്ല എന്ന് പറഞ്ഞിട്ടോ, ചിലപ്പോൾ ഉല്ലാസിൻ്റെ കൊടുക്കുമ്പോൾ അവൻ കട്ട് ചെയ്ത് ദൂരെ അറിയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിതൊന്നും കാണൂല. അപ്പം അടുത്ത് കുറേ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് അറിഞ്ഞൂടാ. നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെ നമുക്കേ വ്യൂ ഇല്ല, പിന്നെയാണ് നിങ്ങൾ ഫേമസ് ആകുക. ഇത് അല്ലേ 4-7 ഒരാൾ കാണുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി നേരെ ട്രെക്കിങ്ങിൻ്റെ ബാക്കി പരിപാടികൾ തുടങ്ങാം. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ജോഷിമഠ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ സ്റ്റേ. ഇവിടെ നമ്മളുടെ കൂടെയുള്ള ഫെലോ ട്രക്കേഴ്സും നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മൾ 3 പേരാണ് മലയാളികളായിട്ടുള്ളത്. ബാക്കി ഉള്ളത് എനിക്കാണ് മുംബൈയിൽ നിന്ന് ആൾക്കാരുണ്ട്, കൊൽക്കത്തയിൽ നിന്നുണ്ട്, പിന്നെ ഡൽഹിയിൽ നിന്നുണ്ട്. വേണമെങ്കിൽ നമ്മൾ മുംബൈയിൽ നിന്നുള്ള 2 പേരെ വിളിക്കാം. ഹേ മുംബൈ ഗൈസ്, ഇതറാവോ ये हमारा ब्लॉग का इंट्रो है. इधर आते ब्लॉग है तो yeah so we'll be starting our trek soon. And this is Jitendra and this is his cousin. ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇത് കൃഷ്ണയാണ്, ഇത് ജിതിനാണ്. സോ നമ്മൾ ഇവരെ കൂടെ ആയിരിക്കും ട്രെക്ക് ചെയ്യുന്നത്. കസിൻസ് ആണ് ഇവർ. മുംബൈയിലെ ബിഗ് മെർച്ചൻസ് ആണ്, ടെക്സ്റ്റൈൽ മെർച്ചൻസ്. ഇവരുടെ അടുത്ത ട്രിപ്പ് കേരളത്തിലോട്ട് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതെ, നമ്മൾ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അവർ ഇനി തൊട്ട് കേരളത്തിലായിരിക്കും നെക്സ്റ്റ് ട്രിപ്പ് വരുന്നത് അല്ലേ. വിൽ ബി കമ്മിങ് ടു കേരള റൈറ്റ്. നെക്സ്റ്റ് ട്രിപ്പ് കേരള കൺഫേം ദിസ് ഇയർ ഓൺലി. യെസ്, ദിസ് ഇയർ ഓൺലി. അപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ കാണും. വീണ്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കും അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി നമുക്കൊരു ബസ് കിട്ടും. ആ ബസ് എടുത്ത് നമ്മൾ വിൽ ഗോ ടു പുൽന റൈറ്റ്. വിൽ ഗോ ടു പുൽന ആൻഡ് ഫ്രം ദെയർ Yes, no, Pulna to Gangaria. Gangaria se trek. Gangaria should trek for first Valley of Flower, then Himkund Sahib. Yeah. അപ്പോൾ അതാണ് നമ്മളുടെ പ്ലാൻ. ഇനി ഇവിടെ കുറച്ച് ഡൽഹി ഗേൾസ് ഉണ്ട്. ഡൽഹി ഗേൾസ്. സോ ഇത് ഡൽഹി ഗേൾസ് ആണ്. ഇത് ഷാലു. യെസ്. ഇനി ഷാലുവിന്റെ കസിൻസ്. പ്രാചി ആൻഡ് മിനി. They are your cousins, right? Yeah, they are my cousins. അവിടെ രണ്ടുപേരുണ്ട്. Already done up with the heat and sun. Yeah. അപ്പോൾ നമ്മളായിരിക്കും ട്രെക്കിങ്ങിന് പോകുന്നത്. അപ്പോൾ പോയിട്ട് ബാക്കിയാണ്. അങ്ങനെ നമ്മളുടെ ട്രിപ്പ് ആരംഭിക്കുകയാണ്. നമ്മളുടെ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രെക്കിംഗ് നമ്മൾ തുടങ്ങുന്നത് ഗോവിന്ദ്ഘട്ട് നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. എന്തോ പുൽന. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളെ കൂടെ വേറെയും കുറേ ആൾക്കാരുണ്ട്. അവരെ കയറി മേളിൽ പോയി. ഇത് നമ്മളുടെ മുംബൈയിൽ നിന്നുള്ള ബ്രോ ആണ്, കൃഷ്ണ ബ്രോ. ഹായ് ബോധു. അപ്പോൾ നമുക്ക് കയറിയിട്ട് വരാം. നമ്മൾ ട്രെക്കിങ്ങിനെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും അവർ നമ്മൾ ആദ്യം തന്നെ ജീപ്പിൽ കയറ്റി മേളിൽ കൊണ്ടുപോയി. ഇത് ഷിജുവൊക്കെ അടിപൊളിയായിരിക്കുകയാണ്. ഇതിൽ കുറച്ച് ബാഗ് നമ്മൾ അവർ ക്യാരി ചെയ്യും. സോ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി മാത്രം നമ്മൾ മുകളിൽ കൊണ്ടുപോകും. ഈ പ്രക്ഷോഭിനൊന്നും വെയിറ്റ് കൊണ്ടുപോകാൻ വയ്യാണ്. അങ്ങനെ പ്രക്ഷോഭിൻ്റെ ബാഗ് നമ്മൾ കുഞ്ഞ് ബാഗ് മാത്രം കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോവാണ്. ഇതാണ് നമ്മളുടെ ട്രെക്കിൻ്റെ ലീഡ്, ഹിമാൻഷു. നമ്മൾ ഇനിയാണ് നടന്നു തുടങ്ങാൻ പോകുന്നത് ട്രെക്കിംഗ്. യെസ്, നമ്മൾ ട്രെക്കിംഗ് തുടങ്ങി. ഇന്നൊരു 10 കിലോമീറ്ററാണ് നമുക്ക് നടക്കാനുള്ളത്. ഇന്ന് നമ്മൾ ഗാംഗ്രിയയിലെത്തണം. ഗാംഗ്രിയയിലെത്തി ഇന്നവിടെ ഗാംഗ്രിയയിൽ റെസ്റ്റാണ്. നാളെയാണ് നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സ് പോകുന്നത്. പ്രക്ഷോഭയ്ക്ക് എക്സൈറ്റഡ് ആണെന്നോ? അതെ, വളരെയധികം എക്സൈറ്റഡ് ആണ്. നിനക്ക് ആദ്യം തന്നെ ഒരു തേപ്പ് കിട്ടി. എൻ്റെ വിഷമം നിൻ്റെ മുഖത്ത് കാണാണ്ടെങ്കിലും. എന്ത് തേപ്പ്? ആ ചേച്ചി നിന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നെ ഒരു വണ്ടിയിൽ നിന്ന് നമ്മുടെ കൂടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഭയങ്കര സുഖലോലിപതയാണ്. അതുകൊണ്ട്
എവിടെ എന്ത് കണ്ടാലും അപ്പോൾ നമ്മൾ മുന്നിലിരുന്നാലേ ട്രക്ക് ചെയ്യാൻ പറ്റും. അതെ, മാമച്ചനാണ്, അതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. ബ്ലോഗർ ശ്രീകാന്തിനെ രാവിലെ തന്നെ അപമാനിച്ചു വിട്ടു. യെസ്, 10 കിലോമീറ്റർ ട്രെക്കിൻ്റെ 1.2 കിലോമീറ്റർ നടന്നപ്പോൾ നമ്മൾ തളർന്നിട്ടില്ലല്ലേ? ഒട്ടും തളർന്നില്ല. ഇനിയൊരു 9 കിലോമീറ്ററേ ഉള്ളൂ, ജസ്റ്റ് 9 കിലോമീറ്റർ. കട്ടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി ടയറിംഗ് ആണ്, സ്റ്റീപ്പിയാണ്, കുറച്ച് സ്റ്റീപ്പിയാണ്. പക്ഷേ ലാസ്റ്റ് 3 കിലോമീറ്റർ ആണ് കുറച്ചുകൂടെ ഹെക്ടിക് എന്നാണ് പറയപ്പെടുന്നത്. ആണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഫസ്റ്റത്തെ 1 കിലോമീറ്ററിനെ കുറച്ച് അതെ കൂടുതലില്ല. അതെ, അപ്പോൾ നമുക്ക് ഇനിയും നടക്കാം. നമ്മളുടെ ട്രെക്ക് ഓൾമോസ്റ്റ് പകുതിയായെന്ന് തോന്നുന്നു. ഒരു 5 കിലോമീറ്റേഴ്സ് അല്ലേ? പക്ഷേ ഇത് ഈസിയാണെന്ന് പറഞ്ഞാലും എല്ലാവരും പട്ടിയായി. മിക്കവരും ഇവിടെ നിൽക്കുകയാണ്. പട്ടിയെന്ന് വെച്ചാൽ പേപ്പട്ടി. എനിക്ക് തോന്നുന്നു ഡെയിലി നടന്ന് എൻഡുറൻസ് ഉള്ളവർക്ക് ക്യാബ് ഈസി ആയിരിക്കാം. നമുക്ക് കുറച്ച് പാടാണ്. ഇനിയുള്ള കയറ്റങ്ങളെല്ലാം ഭയങ്കര സ്റ്റീപ്പാണെന്നാണ് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. സോ എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, ഒരു ഈച്ചയാണെങ്കിൽ ക്യാമറയിൽ അവിടെ കിടന്ന് കറങ്ങണം. എന്തിനാണെന്തോ നമുക്ക് നോക്കാം. ഇതാണ് ഇനി കയറിപ്പോകാനുള്ള സ്ഥലം. ഇങ്ങനെ കയറി പോകണം. കുറേ ആൾക്കാർ കുതിര എടുത്ത് വരുന്നുണ്ട്. നമുക്കും കുതിര എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ പകുതി എത്തി. ഇവിടെ പ്രക്ഷോഭമുണ്ട്. പ്രക്ഷോഭം എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം. നിങ്ങൾക്കിത് ഫുള്ള് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ബട്ട് ദിസ് ഈസ് എ റിയലി ഗുഡ് പ്ലേസ്. ഇവിടെ ഒരു പുഴ വീഴുന്നുണ്ട്. കുറേ പാറ. ഷിജുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. How's the trek? Very good, very good. It's beautiful. Yeah. And this is Jithin. ഞാൻ ജിതിൻ്റെ എക്യുപ്മെൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഡു യു മൈൻഡ് ഇഫ് ഐ വ്ലോഗ് യു? ഇത് നമ്മുടെ കൂടെ ഉള്ളൊരു കൊച്ചാണ്. പുള്ളിക്കാരി ആർട്ടിസ്റ്റാണ്. ഷീ ഈസ് ഡ്രോയിങ് സംതിങ്. പ്രശോഭ്, എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലമല്ലേ? ഇതുവരെ വന്നതിൽ ഇവിടെ എത്തിയപ്പം ഭയങ്കര ഇവിടെ എത്തിയപ്പോൾ ഒരു കീഴ്ഗംഗേൻ്റെ ഒരു ഫീൽ. ഇറ്റ്സ് റിയലി ഗുഡ്. ഇനി അങ്ങോട്ട് കടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. യെസ്, ഇനി അങ്ങോട്ട് കുറച്ച് സ്റ്റീപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആൻഡ് ഇത് നമ്മുടെ ട്രെക്കിന് കൂടെ ഉള്ള ആളാണ് വൈഭവ്. വൈഭവ് ബൈ വാപ്പുവാം. നമ്മൾ മലയാളമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് നമുക്ക് രാവിലെ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഇതോടെ ഒരു പട്ടിയെ കണ്ട് ഇത്തിരി നേരം വന്നിട്ട് ഇപ്പോഴാണ് നമ്മളൊരു പട്ടിയെ കണ്ടത്. സാധാരണ നമ്മൾ ട്രെക്കിങ്ങിന് പോകുമ്പോൾ എല്ലാം പട്ടിയെ കാണും. നമുക്കിനി പോയി ഫുഡ് കഴിക്കാം. 2 ചപ്പാത്തി, പിന്നെ ചായ വന്നാലുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗ്രീൻ ടീ. ഇവിടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. ഇവിടെ ഹെലികോപ്റ്ററിൽ നമുക്ക് പോവാം. ഇവർ ഈ ആല് ഒരുപാട് കഴിക്കുന്നതാണ് അല്ലേ? 2 ചപ്പാത്തിയും ഒരു 1/4 കിലോ ഇവിടെ തൈരുണ്ടാവും. ആലും ഉണ്ട്. ഉണ്ടാവില്ല അല്ലേ? വഴിയിൽ കുറേ കുതിര. പ്രക്ഷോഭം നടക്കുന്നില്ല. കുതിര എടുക്കണമെന്നാണ് പ്രക്ഷോഭം പറയണത്. കുറച്ചുപേർ പുറകിലുണ്ട്, കുറച്ചുപേർ പോയി ഒരുത്ത മുകളിലുണ്ട്. ഇനിയും കുറേ നടക്കാനുണ്ട്. എത്ര നടന്നിട്ടും എത്തുന്നില്ല. തിരിച്ചു വരുമ്പോൾ നമ്മൾ ചിലപ്പം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഹെലികോപ്റ്റർ എടുക്കും അല്ലേ? തളർന്നുകൊണ്ടല്ല, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം. തളർന്നതുകൊണ്ടൊന്നുമല്ല അല്ലേ? ഇതുവരേക്കും ഹെലികോപ്റ്റർ കയറിയിട്ടില്ല. അതൊരു ഹെലികോപ്റ്റർ കയറി ഇതിൻ്റെ മൗണ്ടൻ വ്യൂ ഒക്കെ കിട്ടും. അവർ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ പൈതൽ ചലേക. ആക്ച്വലി തായ്ലൻഡ് പ്ലാൻ തുടങ്ങിയതാണ്. അവസാനം നമ്മളിവിടെ എത്തി. തായ്ലൻഡിനെക്കാളും രസമുണ്ടല്ലേ? നല്ല എൻജോയ്മെൻറ്റ്, നല്ല ലക്ഷറി, ഒട്ടും തളരുന്നില്ല.
ആ ഹെൽത്ത് ഈസ് വെൽത്ത്. ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര സ്റ്റീപ്പി. ഇനി നമുക്ക് എൻട്രൻസ് കുറവാണെന്ന് അറിഞ്ഞൂടാ. ചാറ്റ് GPT കാണിക്കുന്നത് ഇത് ഭയങ്കര സിമ്പിൾ ട്രക്കാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണെന്നാണ്. ഓക്കെ, നമുക്ക് പോവാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും ഏതെങ്കിലുമൊക്കെ ട്രക്കിങ്ങിന് പോകണം. യാ, നമ്മൾ ഓൾമോസ്റ്റ് എത്തി. നമ്മളിപ്പം ഹരിയാന ആൾക്കാരുടെ കൂടെയാണ്. ഈ ബ്രോയ്ക്ക് അവിടെ ഫാമുണ്ട്. ഫാമിൽ റൈസ് ഉണ്ട്, കോണുണ്ട്, ഫീറ്റ് ഉണ്ട്. और क्या है इसका रेस्टोरेंट है रेस्टोरेंट हाँ, उसको रेस्टोरेंट भी है ഹൈദരാബാദിൽ പോവുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകും. റെസ്റ്റോറൻറ്റ് നെയിം നിർമ്മൽ ഹോട്ടൽ. ഹൈദരാബാദിൽ പോവുകയാണെങ്കിൽ നിർമ്മൽ ഹോട്ടലിൽ പോയിട്ട് നമ്മളുടെ പേര് പറഞ്ഞാൽ 10% ഡിസ്കൗണ്ട് देंगे അപ്പ്. യാ, 100%. ഡോണ്ട് ഗിവ് 100, ജസ്റ്റ് ഗിവ് 10. പക്ഷേ ഒരു കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല വൈബ് ആൾക്കാർ. ഈ പിള്ളേരിൽ കൊടുത്ത ഒരു ബാഗ് കൊണ്ടുപോകും, പക്ഷേ നമ്മളുടെ മൈൻഡ് ഞാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഈ ബാഗ് ഒരു കരിയും. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഒരു 5 മിനിറ്റ്. ഓ, അവിടെ ഓക്കെ, അവിടെ ഒരു വോളിബോൾ കോർട്ടുണ്ട്. ഇവിടേക്ക് ഒന്ന് വോളിബോൾ കളിക്കാൻ സൂപ്പർ ആയിരിക്കും. അടിച്ചു കഴിഞ്ഞാൽ നേരെ പഹാഡ് മേ ജായക. ഇറ്റ്സ് ടു ഗുഡ്. ഇത് ക്യാമറയിൽ ഇതിൻ്റെ വ്യൂ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂല ആക്ച്വലി. ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസം. നമ്മളിവിടെ ഒരാളെ കണ്ടുപിടിച്ചു. പുള്ളി ഹാഫ് മലയാളിയാണ്. मलयाली हाफ पंजाबी ഹാഫ് പഞ്ചാബി. माय नेम इज वरुण വരുൺ. മലയാളം പറഞ്ഞ കേട്ടു. मलयालम കുറച്ച് ആ, क्या बोलूं मैं കുച്ച് ബി ബോലോ. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിൻ്റെ 99% കംപ്ലീറ്റ് ചെയ്തു. അതെ, ഇത് വ്ളോഗർ OSBക്ക് വേണ്ടി ഗസ്റ്റ് വ്ളോഗർ പ്രശോഭ് പാലാട്ട്. ആൻഡ് ദിസ് ഈസ് ഷിജു MS. ഷിജു എന്തൊന്നും മിണ്ടാത്തത്? ടയർഡല്ലേ, കുഴഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. നമ്മളൊരു 500 മീറ്റർ 500 മീറ്ററിൽ നമ്മൾ സ്റ്റേയിലെത്തും. യെസ്, നമ്മൾ ആക്ച്വലി എത്തി. ഇതാണ് ഗാംഗേരിയ. ഇതാണ് ഇവിടുത്തെ ഹെലിപാഡ്. നമുക്ക് വേണമെങ്കിൽ ഹെലികോപ്റ്ററിൽ വരായിരുന്നു, പക്ഷെ നമ്മൾ വന്നില്ല. തിരിച്ചു പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഹെലികോപ്റ്റർ എടുക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഓപ്ഷൻ ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. ഓപ്ഷൻ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരാനും ഒരു ആഗ്രഹമുണ്ട്. അതെ, ചിലപ്പോൾ. സോ ഇത് ആർമി ക്യാമ്പാണ് ഇവിടുത്തെ കാണുന്നത്. ഇത് ഇവിടുത്തെ ടെൻറ്റ് സ്റ്റേസ്. നമ്മളുടെ കുറച്ചും കൂടി അകത്തോട്ടാണ്, ഒരു 500 മീറ്റർ. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ ഫോൺ ഇപ്പോൾ ചാവും, ഇവിടെ ഡേറ്റയൊന്നുമില്ല. അങ്ങനെ ഫൈനലി ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് എൻ്റെ എത്തി. നമ്മൾ ഗാംഗരിയ വില്ലേജിലെത്തിയത്. ഇതാണ് ഗാംഗരിയ. ഇതാണ് ഗാംഗരിയിലെ വില്ലേജിലെ ഷോപ്സ്. പ്രശോഭ്, ഹായ് ബ്രോ. നമ്മളെത്തി. ഇനി ജസ്റ്റ് നമ്മളുടെ സ്റ്റേ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ ഇതുവരെയ്ക്കും ടയേർഡായില്ല. അതെ അതെ അതെ, എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഐ എം നോട്ട് ടയേർഡ്. അവിടെ തലയിറങ്ങി വീണോടത്തുനിന്ന് എടുത്തു. അതെ, പ്രശോഭിന് വീണടുത്ത് ഞാനാണ് എടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് ഞാൻ ഇതായില്ല. നമ്മൾ പോവുകയാണ്. ഇവിടുത്തെ കേസർ മിൽക്ക് ട്രൈ ചെയ്യാണ്. ഗാംഗരിയായി കേസർ മിൽക്ക്. ഇങ്ങനെ ഒരു വലിയ പാത്രത്തിൽ ഇങ്ങനെ അടിച്ചു തരും. ഇങ്ങനെയൊക്കെ പാൽ കുടിക്കണമെന്നാണ് പറയണത്. ഇത്രയും പ്രായമായിട്ടും രാത്രി പാൽ കുടിക്കണമെന്ന്. കഷ്ടം. ഒരു ഷിജുവിന് മതി തന്നെ. ഞാൻ വേണ്ടെന്നൊരു 100 തവണ പറഞ്ഞു, കേൾക്കൂല. അങ്ങനെ സാധനം ഉണ്ടാക്കുകയാണ്. ഈ സാധനം ഉണ്ടാക്കിയിട്ട് മേളിൽ കുറച്ച് പാടട്ടെ പിടിച്ചു നോക്കിയേ. കൊള്ളാല്ലേ, നല്ല കാരമലൈസ് ചെയ്ത ഒരു സാധനം. എന്നിട്ട് മുകളിലോട്ട് പാടയൊക്കെ കൊള്ളാം. ഗുഡ്. ഫ്രഷോ കൂടെ വന്നിട്ട് കാലൊക്കെ എന്തോ ചെയ്യുന്നു. സുഖലോലിപ്പം തന്നെ. आपका नाम क्या है? പ്രവീൺ. ഓക്കെ, പുള്ളിയാണ് പുള്ളിയുടെ കാല് ചെയ്യുന്നത്. മസാജർ. എണ്ണയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ എണ്ണ വേണ്ടെന്ന് പറഞ്ഞു. ആ, പറഞ്ഞു എൻ്റെ അനുഭവം വിവരിക്കും. ഒരു ഭയങ്കര മസിൽ ഭയങ്കര സ്റ്റിഫായിരിക്കണം. അപ്പം കൊള്ളാം. പെയിനുണ്ട്. ഷിജുവിന് മസാജ് വേണ്ടെന്ന് പറഞ്ഞ ഷിജു കാല് കഴിഞ്ഞ് തലയിലോട്ടെത്തി. അത് കണ്ട ശ്രീകാന്തിനും തല ചെയ്യണമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. രാജാവിനെ പോലെയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാലയൊക്കെ ഊരിയറി. ഇനി 2 കൊലകമ്പന്മാരുടെ മസാജ് ഒറ്റ ഫ്രെയിമിൽ. നമ്മളുടെ ഫസ്റ്റ് ഡേ ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമ്മൾ രാവിലെ എണീറ്റിട്ട് വാല്യൂ ഫ്ലവേഴ്സ് പോകും. അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം. ബൈ പറ.
വെൽക്കം ടു ഡേ 2 ഓഫ് വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രെക്ക് അല്ലേ? നമ്മൾ ഫസ്റ്റ് ഡേ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു. കാലം നടക്കാൻ വയ്യായിരുന്നു. ഇനി നമ്മൾ ഇന്ന് കയറാൻ പോണത് വാലി ഓഫ് ഫ്ലവേഴ്സാണ്. 14-13 കുറച്ചും കൂടെ ഉണ്ട്, ഇതിനേക്കാളും എലിവേഷൻ ഉണ്ട്. പിന്നെ ഈസിയാന്ന് എല്ലാവരും പൊതുവെ പറയുന്നത്. പൊതുവെ ഈസിയാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ട്രെക്കിങ്ങിൽ നമ്മൾ ഗോവിന്ദ്ഘാട്ടിൽ നിന്ന് ഇവിടെ ഗംഗേരി വരെ വന്നത് നമുക്ക് എപ്പോഴോ വരായിരുന്നു. സമയം ഒന്നും ഇല്ലായിരുന്നു, റിലാക്സ് ചെയ്ത് വരാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇത് എന്താ റിസർവ് ആയതുകൊണ്ട്, നാഷണൽ റിസർവ് ആയതുകൊണ്ട് 11:30 തിരിച്ചിറങ്ങണം. യെസ്, 4 മണിക്ക് ശേഷം ആണോ ഇറങ്ങണമെങ്കിൽ നമ്മൾ അവന്മാർ പിടിച്ച് പെറ്റിയടിക്കും, ഫോറസ്റ്റ്. സോ നമ്മൾ അതും കൂടി മൈൻഡിൽ വെച്ച് വേണം നടക്കാൻ. നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചത് അവിടെ നിൽക്കുകയാണ്. നല്ല സൂപ്പർ ആലു പൊറോട്ട കഴിച്ചു. അതെ, ആലു പറാത്തയും അച്ചാറും. ഞാൻ മാത്രം 2 കഴിച്ചു, ഇവരൊന്നും കഴിച്ചില്ല. നമുക്ക് രാവിലെ അങ്ങോട്ട് ഇറങ്ങുന്നില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ലഞ്ചും പോയി ചെയ്തിട്ടുണ്ട്. ലഞ്ചും അത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ആലു പറാത്തയും അച്ചാറ് തന്നെയാണ് കണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു കോഴിമുട്ട പിടിച്ചതോ ഒരു ചിക്കൻ കാലം എന്തെങ്കിലും കിട്ടിയിട്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നാണ് ഡേ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങാം. ഹായ്, നമ്മളിങ്ങനെ വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ടെത്തി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്ന്. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് പുറകിൽ ഗേറ്റ് കാണാം. ദിസ് ഈസ് ജിതേന്ദ്ര ഭായ്. ജിതേന്ദ്ര ഭായ് കൈസാ ലഗാ? मज़ा आ रहा है, अभी तक तो मज़ा आ रहा है। मज़ा आ रहा है. ओके, बट बहुत ठंडा है ना? हाँ, ये ठंडा है। हाँ, ഭയങ്കര തണുപ്പാണ്. ഇവിടെ ഷിജു നിൽപ്പുണ്ട്. തണുപ്പാണെങ്കിൽ ഇന്നലത്തെ അത്ര പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. യെസ്, ഇന്നലത്തെ അത്ര പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ടീമിൽ കുറച്ച് അടിയൊക്കെ ഉണ്ടല്ലേ? ചെറിയ അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ കുറച്ച് പൊരിഞ്ഞ അടിയാണ്. അതെ. ഇന്ന് തന്നെ ഒരു 2-3 പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അവർ ബാക്കി 2-3 പേര് ഒത്തുപോകുന്നില്ല. ചെറിയ ലേറ്റൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് അവർ ഭയങ്കര രാവിലെ അല്ലേ ചെറിയ പൊട്ടിത്തെറികൾ ഗ്രൂപ്പിൽ നടക്കുന്നു. പക്ഷെ നമ്മൾ ഇതിലൊന്നും ഭാഗമല്ല. ഞാനിതാ ഇപ്പോൾ ഒന്ന് 2 പയ്യന്മാരും വേറെ 2-3 പേരൊക്കെ ചില്ലാണ്. നമ്മൾ നടക്കുന്നു, ബാക്കി ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യം, നമുക്ക് വാലി ഫ്ലവേഴ്സ് കാണുക, ഹെംകുണ്ടി പോവുക, തിരിച്ച് നാട്ടിലെത്തുക. അത്രേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, നല്ല കുറേ ആൾക്കാരുണ്ട്. രാവിലെ തന്നെ ഇതിനോട് നമ്മളിപ്പോൾ എത്ര മണി? 8 മണി ആയിക്കണം, ഏകദേശം 8 മണി ആയിക്കണം. ഇവിടെ 7 മണിക്കാണ് തുറക്കണം. ഇവിടെ നമ്മളുടെ കപ്പിത്താൻ ഇവിടെ നമ്മളുടെ എന്താ ഇതിനെ പറയുക, പെർമിഷൻ ലെറ്റർ സെറ്റ് ചെയ്യാൻ പോയിക്കാണ്. നമുക്ക് അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി നോക്കാം. ഇവിടെ ബാഗ് ചെക്ക് ചെയ്യാണ്. നമ്മളുടെ ബാഗെല്ലാം ചെക്ക് ചെയ്ത് പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് നോക്കും. അല്ല, പ്ലാസ്റ്റിക് ഉണ്ട്, അവർ കൗണ്ട് ചെയ്യും എത്ര എണ്ണം ഉണ്ടെന്ന്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അത് തിരിച്ചുകൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഫൈൻ. സോ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതാ എല്ലാവരും ഇങ്ങനെയാണ് കയറുന്നത്. കയറിക്കും. वाइट कलर का साथ अभी देखो पिंक है ना, ओके, ये वाइल्ड रोज है। ഓ വരാ. ഓക്കെ अभी रास्ते में हुए थे। ഓക്കെ, ഇവിടെ കുറേ പൂവുണ്ട്. അപ്പോൾ നമുക്ക് പൂവിനെ കുറിച്ച് പറയുകയാണ്. ഹിമാൻഷു എന്തോ എടുക്കുന്നുണ്ട്. മെഡിസിനൽ പ്ലാന്റ് बोलते हैं इसको दवाई का। ओके, इसके ऊपर टेस्ट कर लो। टेस्ट करते हैं. ओके. विक्स वाला पिला रहता गुड, थैंक यू. है। ये फॉरेस्ट का हुआ है पता है, मेडिकल प्लांट। അതൊരു മെഡിക്കൽ പ്ലാനാണ്. അത് കൊള്ളാം. അത് കഴിച്ചപ്പോൾ അതിനൊരു അമൃതാഞ്ചിൻ്റെ ടേസ്റ്റ്. പക്ഷെ നല്ല ഇതുണ്ട്, ഒരു ഫ്ലേവർ. സോ ഇതാണ് നമ്മളുടെ ട്രെക്കിൻ്റെ ബാക്കി. പ്രശ്നമൊക്കെ നമ്മളെ കാത്തോടെ ഇരിക്കണം. അവിടെ എനിക്കൊരു സാധനം തന്നവൻ, ഒരു മെഡിസിനൽ പ്ലാന്റ്. അത് തിന്നപ്പം അമൃതാഞ്ചം പോലെ ഇരിക്കണം. ഹിമാൻഷു അവനറിയാം, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ച് കഴിച്ചു. ഹേ, ബ്ലോഗ് മേ ആ ജാओ. कैसा है ट्रिप? सेक्सी, तुम देख रहे हो वहाँ पर वो जो मूवी कौन सी है, बाहुबली वाली, वो यहीं पे ही शूट हुई थी. इधर वो तो आदिरपल्ली में हुआ था. सॉरी ये वो वाला गाना है दीवाना ना वो वाला भी हुआ हमारे पास. Well, actually this is so nice. This is the view of the trek. Actually ട്രക്ക് നല്ല കയറ്റം കയറി തുടങ്ങി. നമുക്ക് ഇവിടെ തന്നെ കുറേ ഫ്ലവേഴ്സ് കാണാം. ഇവിടെ വൈൽഡ് റോസ് നമ്മൾ താഴ്ന്നില്ല, പക്ഷേ വ്യൂ എൻജോയ് ചെയ്യാന്നുകൊണ്ടിരുന്നല്ലേ. യു ആർ നോട്ട് ടയർഡ്, റൈറ്റ്? We are not tired that much. Yeah, but we sat here so that we can enjoy the view. But we are not
പക്ഷേ നമ്മൾ തളർന്നിട്ടേ ഇല്ല. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരാണ്. പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ്ലി നേരത്തെയാണ് വന്നത്. നമ്മളൊരു 8 മണിക്കായപ്പോൾ കയറി, 7 മണിക്കാണ് തുറക്കണം. ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാതെ കയറാം. പിന്നെ ഇപ്പോൾ ജൂലൈ സ്റ്റാർട്ടിംഗ് ആണ്. സോ ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്ത് തുടങ്ങാനേ ഉള്ളൂ. മിക്ക ആൾക്കാരും എനിക്കൊന്ന് ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ആകുമ്പോഴാണ് പറഞ്ഞത്. അപ്പോഴായിരിക്കും ഫുൾ ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യണം. സത്യം ഇവിടെ അല്ല, എനിക്കൊന്ന് കുറച്ചും കൂടി അകത്താണ് പ്രോപ്പർ വാലി. ഇവിടെ വാലി ആയില്ല, നമ്മൾ കയറുന്നേ ഉള്ളൂ. ഹിമാചലിൽ ഇനി 3 കിലോമീറ്റർ ഉണ്ട്. ഇത് രാസ്തയാണ് വഴി. നമ്മൾ കുറേ നടന്നു, കുറച്ച് 1.5 കിലോമീറ്റർ ആയിക്കാണോ അല്ലേ? പക്ഷേ അത്യാവശ്യം നടക്കാറുണ്ട്. ഈ ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കില്ലേ വാലി. മൗണ്ടൻസിനിടയ്ക്കുള്ളതല്ലേ വാലി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതുപോലെ ഇതിൻ്റെ പുറയിൽ കാണും. പക്ഷേ കുറേ നടക്കാറുണ്ട്. ഇനി ഈ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ല, ഈ എലിവേഷനാണ് പ്രശ്നം. ഭയങ്കര കയറ്റം. ട്രെക്കിംഗ് പുരോഗമിക്കുകയാണ്. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളെത്തി. ഒരു അടുത്ത പാറയിൽ മാത്രം നോക്കിക്കൊണ്ട് നടക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റോൺ പക്ഷേ ഭയങ്കര നല്ല വ്യൂ ആണ്. പുറകിൽ ഇത് എങ്ങനെ കാണണമെന്ന് നടന്നിട്ടോ. അവിടെ നമ്മൾ വാലിയിൽ നിന്ന് എത്തിയിട്ടില്ല. ഇനി കുറേ ദൂരമുണ്ട്. ഹാഫായിട്ടേ ഉള്ളൂ. ഞാൻ പതിപ്പതി നടന്നുകൊണ്ടിരിക്കാം. ഇതാണ് നാഗ്. इसका नाम क्या था? नागमणि. इधर नागमणि है इधर ना, because you have seen na this boat tongue. हाँ, tongue. And the structure of this. Okay. ഇത് എപ്പോഴും പെയറായിട്ടുള്ളതാണ് പറയുന്നത്. രണ്ടെണ്ണം. Yeah, it's in pair. Okay. Thank you. Hey Krishna bhai. कैसे? Vaibhav. How is the trek? Very Exhausting. Yeah. But the view is really good, right? Yeah. നമുക്ക് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ട് ഇവിടെ നിന്നാണ് വെള്ളം എടുക്കാറുള്ളത്. അപ്പം നമുക്ക് പോയി വെള്ളം എടുക്കാം. നമ്മളൊരു പിറ്റ് സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. നമ്മുടെ കൂടുതലൊക്കെ പോയി ഫ്രണ്ടിലോട്ട്. പക്ഷെ നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ. സി അവിടെ മഞ്ഞുണ്ട്. ഇവിടെ വാലി. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇനി നമ്മളിവിടെ വേറൊരു സാധനം കണ്ടുവിടും. ഈ ബ്ലൂ പോപ്പി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര റെയറാണ്. നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമേ ഇതുവരെ സ്പോട്ട് ചെയ്തുള്ളൂ. രണ്ടാമത് ഇവിടെ സ്പോട്ട് ചെയ്തു. കാണാൻ വന്നത് ഇവിടെ ഉണ്ടാകും. ഇതാണ് ഹിമാലയൻ ബ്ലൂ പോപ്പി. അതിൻ്റെ ക്യൂരോ ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. ഹിമാലയൻ ബ്ലൂ പോപ്പി. ഇവിടെ വേറെയും കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മൾ വാലി എത്തിയിട്ടില്ല ഇതുവരെ. വാലിയോട്ട് പോവുക. അറ്റ് ലാസ്റ്റ് നമ്മൾ വാലി കണ്ടു. അവിടെ ഭയങ്കര കുഞ്ഞായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാകും. അത് വാലി പോണേണ്. അങ്ങ് നിൽക്കുന്നതും വാലിയാണ്. സോ അങ്ങ് വരെ നമ്മൾ നടക്കണം. സോ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വാലി എത്താം. വാലിക്ക് കുറച്ച് നടക്കാം. ആക്ച്വലി പീക്ക് സീസൺ ആണെങ്കിൽ ഈ വാലി ഫുള്ള് ഫ്ലവേഴ്സ് ആയിരിക്കും. ഇതുപോലെ ഗ്രീനറി മാത്രമായിരിക്കില്ല, ഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും. പക്ഷെ ഇപ്പം അത് ബ്ലൂം ചെയ്ത് വരുന്നേ ഉള്ളൂ. ഈ പൂവ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിസ് പൂവ് ഈസ് റിയലി ഗുഡ്. നമുക്ക് ബാക്കി പൂവ് വാലിയിൽ പോയി എടുക്കാം. അപ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് വാലി എത്തി. ഇവിടെ നിന്ന് കുറേ പൂവൊക്കെ കാണാം. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടില്ല. ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ബ്ലൂമിൻ്റെ ഉണ്ട്. കൊച്ചു പൂവൊക്കെ പറിച്ച് ചെവിയിൽ വെച്ചേക്കണം. അത് മിക്കവാറും ഫോറസ്റ്റുകാരാണെങ്കിൽ അടിച്ചു കൊടുക്കും. ഇവിടെ വരികയാണെങ്കിൽ പൂവ് പറിക്കരുത്. ബിക്കോസ് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ പുറകിൽ വരണവരും പറിക്കും. അങ്ങനെ പറിച്ച് അവസാനം ഇവിടെ ബാക്കിയുള്ളവർ കാണാൻ ഒരു പൂവും കാണൂല. അതുകൊണ്ട് ആരും പൂ പറിക്കാതെ എൻജോയ് ചെയ്യുക. നമ്മളിങ്ങനെ പോവുകയാണ്. ഇതാണ് വാലി ഫ്ലവേഴ്സ്. കൊള്ളാം. കുറച്ചൊക്കെ പൂവൊക്കെ പൂത്തിട്ടുണ്ട്. കുറേടത്തൊന്നുമില്ല. പക്ഷെ ഭയങ്കര തിരക്കൊന്നുമില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന അവിടെ തോന്നുന്നു. എങ്ങനെയുണ്ട്? പക്ഷേ നൈസ്. വ്യൂസ് ഭയങ്കര രസമുണ്ടല്ലേ? വ്യൂസൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ കുറച്ചുകൂടി പൂവായിരുന്നു. സീസണായി വരുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു. പിന്നെ ജൂലൈ മിഡ് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഫുള്ള് കിട്ടും. നമ്മൾ കഴിഞ്ഞ കുറേ നേരമായിട്ട് ഈ വാലി ഫ്ലവേഴ്സിൻ്റെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലാത്തതാണോ ടയർഡാണോ എന്ന് അറിഞ്ഞൂടാ. ടയർഡല്ല, പോകാൻ തോന്നുന്നില്ല. ബ്യൂട്ടി എൻജോയ് ചെയ്തോണ്ട് ഇരിക്കാൻ കുറഞ്ഞത്. വേറൊരാളും ബ്യൂട്ടി എൻജോയ് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ കൂടെ വന്ന കുറച്ച് പേരും നേരത്തെ പറഞ്ഞായിരുന്നവർ അങ്ങ് പോകുന്നു. പക്ഷെ അവരും ബ്യൂട്ടി എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ഇനി നമ്മളുടെ ട്രിപ്പ് ക്യാപ്റ്റൻ ഇവിടെ ഒരു പാറപ്പുറത്ത് ചുവന്ന ടീഷർട്ടൊക്കെ ഇട്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മൾ എവിടെ പോയാലും 12 തിരിച്ചു വരണം. ഇപ്പോൾ ഓൾറെഡി 11:30 കഴിഞ്ഞ്.
നമുക്ക് 30 മിനിറ്റ്സേ ഉള്ളൂ എവിടെ പോയാലും തിരിച്ചു വരാൻ. പക്ഷേ ഈ പ്ലേസ് ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. നാളെ ഇനി ഇതിലും വലിയൊരു സാധനം കയറാനുള്ളതാണ്. പ്രക്ഷോഭ് ഞാൻ കുതിരപ്പുറത്താണ്. പ്രക്ഷോഭ് കുതിരപ്പുറത്തോ? മോശമല്ലേ, നമുക്ക് നടക്കാം. നടക്കും. നാളെയും കൂടി നമ്മൾ കട്ടാക്കി പിടിക്കും. അതെ, ഞാൻ കുതിരപ്പുറത്ത് പോകും. നാളെ കഴിഞ്ഞ് ട്രക്ക് അവസാനിപ്പിക്കുകയാണ്. ഇനി മേലെ ഒരു ട്രക്ക് ഇല്ല, അത് കാരണം ഷോ നടക്കും. അന്നപൂർണേൻ്റെ ഒരു റിഹേഴ്സലായിട്ട് ഇതിനെ കണക്കാക്കാണ്. അതെ. നാളത്തെ ട്രക്കിങ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ അന്നപൂർണ്ണ. അങ്ങനെയാണ് ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് നടക്കണമെന്നുള്ളതുകൊണ്ടല്ല, പക്ഷേ നമ്മൾ ഇതുവരേക്കും ഹെലികോപ്റ്ററിൽ കയറിയിട്ടില്ല. സോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വിൽ ഗോ ഫോർ ദാറ്റ്. हिमांशु, थोड़ा ज्ञान देना इस जगह के बारे में. या अभी देना है, इसके बाद भी. हाँ, कभी आपको मन लगाओ, अभी आप देना. ये ब्रह्म कमल है ना? नहीं है. नहीं है इधर. इधर तो अभी नहीं होगा ब्रह्म कमल. नहीं होगा, सीजन में होगा. ഹിമാൻഷു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇതൊക്കെ പൂത്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി ഫ്ലവേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. ബിക്കോസ് റിസർവ് ഫോറസ്റ്റ് ആയതിനു ശേഷം ഇവിടെ മൃഗങ്ങളൊന്നും വരാറില്ല. അപ്പം മൃഗങ്ങൾ ഇൻ ദ സെൻസ് ഈ ആടൊന്നും മേയ്ക്കാൻ വരാത്തതുകൊണ്ട് മുമ്പൊക്കെ ഈ ആട് വന്നിട്ട് ഒരു റെഡ് സാധനം നിൽപ്പുണ്ട്, ഒരു റെഡ് സാധനം, ഹിമാലയൻ സുറൽ എന്തോ, അപ്പോൾ അതിനെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ അത് കഴിക്കുന്നില്ല. സോ അതൊരു ഇൻവേസീവ് പ്ലാന്റ് ആണ്. സോ അതിപ്പോൾ ഫുള്ള് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രഹ്മകമൽ എന്ന് പറയുന്ന പൂവ് ഇവിടെ നിന്നും കിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു നല്ല ഹൈറ്റിലേ കിട്ടുള്ളൂ. പിന്നെ പുള്ളി പറഞ്ഞത് ഈ നന്ദാദേവി ടെമ്പിളിൽ എന്തോ ഉത്സവം നടക്കുമ്പോഴത്തേക്കും ഗ്രാമത്തിൽ നിന്ന് 3 പേര് ജസ്റ്റ് ഡ്രസ്സ് മാത്രം വേറൊന്നും എടുക്കാതെ അവർ കാലിൽ ചെരുപ്പൊന്നും ഇടാതെ പോയി ഇതിൻ്റെ മേളിൽ പോയി ബ്രഹ്മകമലും പറിച്ച് തിരിച്ചു വരുന്നു 3 ദിവസം കൊണ്ട് ഫോറസ്റ്റിൽ. എന്നിട്ട് അവർ ഡെയിലി അവിടെ നിന്ന് തന്നെ കുളിച്ച് ആ കോൾഡ് വാട്ടറിൽ കുളിച്ച് ഈ സാധനം കൊണ്ടുവന്നാണ് അവിടുത്തെ പൂജ നടത്തുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളുടെ വ്ലോഗ് കഴിഞ്ഞിട്ടുണ്ട്. How was it, bro? How was it? Amazing, loved it. Yeah. Just that if we had not trekked itna lamba, it would have been more amazing. Yeah, but it is worth coming, right? Yeah, worth checking. ആക്ച്വലി നല്ല ട്രെക്കായിരുന്നു. നമ്മളുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവരിങ്ങനെ ക്ലൈമറ്റും ഭയങ്കരമായിട്ട് മാറി. നോക്കിയാൽ മതി, ഇത് ഭയങ്കരമായിട്ട് മഞ്ഞിറങ്ങി. സോ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം ഇവിടുന്ന്. പെട്ടെന്ന് ഇറങ്ങി താഴെ പോകണം. സോ നമ്മൾ ഈ വ്ളോഗ് വരികയാണെങ്കിൽ ഇതിവിടെ ചെൻഡ് ചെയ്യാണ്. വി ആർ ഗോയിങ് ഡൗൺ. വന്ന് നമ്മൾ ഡേ 3 പോകുവാണല്ലേ. ഡേ 3 ഹേംകുണ്ട് സാഹിബാണ്. പക്ഷെ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതെ, കുതിരപ്പുറത്താണ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ കുതിര ഉണ്ട്. അപ്പോൾ നമ്മൾ കുതിരപ്പുറത്ത് വരെയും കയറില്ലാത്തതുകൊണ്ട് കുതിരപ്പുറത്ത് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. വന്നാ ഓക്കെ. അപ്പോൾ ഷിജുവിൻ്റെ കുതിര വന്ന് ഇതാണ് കുതിര. ഇത് കുതിരയാണോ കോവർ കഴുതിയാണോ? യെസ്, ദിസ് ഈസ് ദ കുതിര. പഴശ്ശിരാജ ശ്രീകാന്ത്. കണ്ട നമ്മൾ പണ്ട് ഞാൻ യുദ്ധത്തിനൊക്കെ പൊത്തുകൊണ്ട് നാളാണ് പെട്ടെന്ന് തന്നെ കയറി. ഇതാണ് എൻ്റെ കുതിര. എനിക്ക് കറുത്ത കുതിരയാണ് കിട്ടിയത്. ഇത് പ്രക്ഷോഭിൻ്റെ. അങ്ങനെ നമ്മൾ ഹേംകുണ്ട് സാഹിബിൽ കുതിരപ്പുറത്ത് പോവുകയാണ്. ഇത് കുതിരയാണോ കോവർ കഴുതയാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഇതവരൊക്കെ പോവുകയാണ്. പ്രക്ഷോഭ പോകുന്നു. ഇവിടെ ഷിജു ഉണ്ട്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഹേംകുണ്ട് സാഹിബ് പോവുകയാണ്. ഹേംകുണ്ട് സാഹിബ് ഇത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്കും പ്രക്ഷോഭനും പനി അടിച്ചു. ആക്ച്വലി നമ്മൾ ഇന്നലെ ഇവിടെ അടുത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി പാരസിറ്റമോളൊക്കെ അടിച്ചിട്ടാണ് നടക്കണം. നമ്മൾ തിരിച്ച് നടന്നു വരാനുള്ള പ്ലാനാണ്. സോ നമുക്ക് നോക്കാം. ഇനി മുകളിലുള്ള ടെറൈൻ ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. നമുക്ക് അത് കാണിക്കാം. ആക്ച്വലി എൻ്റെ കൊച്ചുനാളിലുള്ള ആഗ്രഹമായിരുന്നു കുതിരപ്പുറത്ത് കയറണം എന്നുള്ളത്. ഇത് കുതിര ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോഴാണ് എനിക്കത് കയറാൻ പറ്റിയത്. കൊച്ചിലെ ഞാൻ മറ്റേ ചന്ദ്രകാന്ത് സീരിയൽ കണ്ടിട്ട് കുതിരപ്പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. കുതിര വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. പക്ഷേ കൊള്ളാം, കംഫർട്ടബിളാണ്. ആരോ പറഞ്ഞു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ മേ ബി കുറേ ദൂരം നടക്കുമ്പം അൺകംഫർട്ടബിൾ ആയിരിക്കാം. പക്ഷേ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പുറകിൽ അവരുണ്ട്. എനിക്ക് തിരിയാൻ പറ്റുന്നില്ല. ഈ കുതിരപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്യണവരൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടോ. കാര്യം ഇത് പിടിച്ചിരുന്നില്ലെങ്കിൽ താഴെ പോകും. സോ ഇതാണ് ഹേംകുണ്ട് സാഹിബിൻ്റെ വഴി. ഇന്നലെ നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സ് പോയതിൻ്റെ സെയിം വഴിയാണ് തുടങ്ങണത്. എന്നിട്ട് റോഡ് 2 സ്പ്ലിറ്റ് ആവും. ലെഫ്റ്റിലോട്ട് പോകുന്നത് വാലിയും നേരെ പോകുന്നത് ഹേംകുണ്ട് സാഹിബുമാണ്. ഇങ്ങനെ ഹേംകുണ്ട് സാഹിബിൽ കുറച്ചും കൂടി ആൾട്ടിറ്റ്യൂഡ് ഹൈ ആണ്. സോ ചിലപ്പോൾ മഞ്ഞ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്ന് രാവിലെ മഴ പെയ്തുകൊണ്ട് റോഡ്സ് സ്ലിപ്പറി ആണെന്ന് പറയുന്നുണ്ട്.
ഞാനതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷോബിൻ്റെ കുതിരയാണ് ഈ പാക്കിൻ്റെ ലീഡ്. അത് വേറെ ആരെയും ഫ്രണ്ട് കയറി ഇവിടെ സമ്മതിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ കുതിര, ഞാൻ ഇരിക്കുന്ന കുതിര കുറച്ച് വെള്ളറിയാണ്. അതിലിത്തിരി വെള്ളത്തിലും കൂടുതലായതുകൊണ്ട് തന്നെ അനുസരണശീലം തീരെ ഇല്ല. ആ ചെറുക്ക 24 മണിക്കൂർ ഇതിൻ്റെ കൂടെയാണ്, ഞാൻ പോണ കുതിരയുടെ കൂടെ. ഇവിടുത്തെ ടെറൈൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടി ഭയങ്കര സ്റ്റീപ്പാണ്. നമ്മൾ ഗാംഗേരിയിലോട്ട് വന്നതും അല്ലെങ്കിൽ വാലിയിൽ പോയതും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇത് ഫുള്ള് സ്റ്റീപ്പാണ്, നല്ല സ്റ്റീപ്പാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സ്റ്റീപ്പാണ് ഈ റോഡ്. ഇവിടെ കൂടുതലും കുതിരയാണ് ഞങ്ങളിപ്പോൾ നോക്കിയിട്ട് കാണുന്നത്. നമ്മൾ ആറ്റിറ്റ്യൂഡ് നോക്ക്, അപ്പോൾ അവിടെ കുറേ മഞ്ഞ് ഇതൊക്കെ ഉണ്ട്. നല്ല ഹൈയിലാണ് നമ്മൾ. എനിക്കൊന്ന് നമ്മളിപ്പോൾ നടന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മളിതിൻ്റെ പകുതി പോലും ആവില്ല. ഇപ്പം ഇവിടെ ഒരു സ്ഥലത്ത് നമുക്ക് പിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഇപ്പോൾ കുതിരയുടെ ദേഹത്ത് നിന്ന് നമ്മൾ ഇറങ്ങണം, എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കും. ഷീജു ഓൾറെഡി ഇറങ്ങി, റഷോബ് ഇറങ്ങി, ഇനി ഞാനും കൂടെ ഉള്ളൂ. ഇവിടെ ചെവിയെ കടഞ്ഞു കേട്ടോ, ഭയങ്കര ഹൈ ആൽറ്റിറ്റ്യൂഡ്. എങ്ങനെയുണ്ട് നമ്മളുടെ കുതിര സവാരി? എങ്ങനെയുണ്ട് കുതിര സവാരി? കൊള്ളാം. നമ്മൾ വിചാരിച്ച അത്ര പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഭയങ്കര പെട്ടെന്ന് എത്തി. ഇവിടെ എത്തിച്ചപ്പോൾ ഫുൾ എത്തിയില്ല, ഇത് കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെ ഇപ്പം എനിക്കൊന്ന് റെസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ കുതിര ഉണ്ട്, ഫുള്ള് കുതിര കണ്ടോ. കുതിര എടുത്തല്ലെങ്കിൽ ഉൾപ്പാട് കളിക്കുന്നു. ശരി, അത്ര സ്റ്റീപ്പാണ്, നല്ല സ്റ്റീപ്പാണ്. നമ്മൾ തിരിച്ചിറങ്ങാൻ വിചാരിച്ചാണ്ടിരിക്കണം, നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മൾ ഇതിൻ്റെ കോടയുടെ പയ്യൻ. ഇവന് 5 കോട ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊന്നും കോടയല്ല, അവൻ പറയണത് കുതിരകൾ ഇവിടെ കയറാൻ പറ്റില്ല, കുതിരകൾ കയറൂല ഈ തേരിയെന്നും, കുതിരകൾ പ്ലെയിൻ ലാൻഡിലാണ് കൂടുതലും പോകുന്നതാണ് അവൻ പറയുന്നത്. അല്ലെങ്കിൽ പഹാടി കോട വേണം എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ക്രോസാണ്, കുതിരയുടെയും കഴുതയുടെയും ക്രോസാണ്. ആൻഡ് അവൻ 5 എണ്ണം ഉണ്ട് ഇതേപോലത്തെ. ഇത് ആൾക്കാരൊക്കെ ഷോർട്ട് കട്ടൊക്കെ അടിച്ച് വരുന്നതാണ്. ഓക്കെ, നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചേ ഉള്ളെന്ന് തോന്നണം, ഏകദേശം ഒരു 1-2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ മുകളിലെത്തിയിട്ട് കാണാം. ആക്ച്വലി നമ്മളിവിടെ എത്തി, നമ്മളിപ്പം മൗണ്ടൈനിൻ്റെ മണ്ടയിലെത്തി. ഇവിടെ പക്ഷേ ഫുള്ള് മഞ്ഞ്, അല്ലായിരുന്നെങ്കിൽ അപ്പുറത്തൊരു കിടിലം മഞ്ഞുമല ഉണ്ടായിരുന്നു, അത് കാണിക്കായിരുന്നു. നേരെ തലമുടിയിലൊക്കെ മഞ്ഞ്, ഐസ് അത് പോയി. ഇവിടെ എത്തി, ഇനി മുകളിൽ അവർ നമ്മളെ കാത്ത് കൊണ്ട് അവരുടെ അടുത്ത് പോകണം, ബാക്കിയുള്ളവരെ കാണണം. നമ്മൾ അവസരം ഹിമാൻഷുവിനെ കണ്ടു. ഹിമാൻഷുവിടെ പോളെല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഈ സാധനം വാങ്ങിച്ചു കെട്ടി. ഇത് കെട്ടാതെ ഇവിടെ അകത്ത് കയറ്റില്ല. അത് തരണം, ഞാൻ അകത്ത് പോവാം. ആൾക്കാരൊക്കെ അകത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ നമ്മളകത്ത് കയറി ഷൂസൊക്കെ ഊരി പുറത്ത് കൊടുത്തിട്ടാണ് അകത്ത് കയറിയ. നല്ല തണുപ്പുണ്ട്. അതിന് മേളിലോട്ട് പോകണം. വീഡിയോ എടുക്കുമ്പോൾ നിറഞ്ഞുവിടാം. ആക്ച്വലി ഇതാണ് ഈ ഗുരുദ്വാരയുടെ ഫ്രണ്ടിലുള്ള കുളം. പക്ഷേ ഇന്ന് നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ ഭയങ്കര മഞ്ഞ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള മലയെ കാണാമായിരുന്നു. പക്ഷേ ഇന്ന് ഫുള്ള് മഞ്ഞ് കൂടി ഇറങ്ങുന്നതുകൊണ്ട് ഒന്നും കണ്ടുകൂടാ. ഇവിടുന്ന് നമുക്ക് കഴിക്കാനൊരു സാധനമൊക്കെ അവിടെ നിന്ന് തന്നു ഫ്രണ്ടിൽ നിന്ന്. ഇവിടെ ഒരു പായസം പോലത്തെ ഒരു സാധനം അല്ലേ, റവ പോലെ ഉണ്ടല്ലേ, റവ അല്ല, കൊള്ളാം. സോ ഇതാണ് ഗുരുദ്വാര കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന സ്ഥലം. ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ പോയി കുളിക്കണമെന്നാണ്. പക്ഷേ ഈ തണുപ്പത്ത് കുളിക്കാൻ പറ്റില്ല, ജസ്റ്റ് കൈ നനയ്ക്കാം. ഗുരുദ്വാരയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ലക്ഷ്മൺ മന്ദിരമുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകണം. തൊട്ടടുത്ത് ജസ്റ്റ് ഒരു 10-20 മീറ്റർ ഉള്ളൂ. അവിടെ മണിയൊക്കെ അടിച്ച് നമുക്കൊരു മണി അടിക്കാം. നമ്മളിപ്പോൾ ലക്ഷ്മൺ മന്ദിറിൻ്റെ ഫ്രണ്ടിലാണ്. മറ്റൊരു ഗുരുദ്വാരയുടെ വീഡിയോ എടുക്കാൻ കുറച്ച് പാടുണ്ട്. അവിടെ വീട്ടിൽ തന്നെ അവിടെ വെച്ച് ചെയ്തിട്ടും എൻ്റെ ജാക്കറ്റ് ആരും അടിച്ചുകൊണ്ട് പോയി ഞാൻ അവിടെ കളഞ്ഞു വെച്ചോ, കാണാനില്ല. സോ ഇന്ന് ഫ്ലീസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര തണുപ്പും, ഇവിടെ ഭയങ്കര തണുപ്പ്. നമുക്ക് താഴോട്ട് പോകാം, സ്റ്റിക്ക് എടുത്തിട്ട് താഴോട്ട് പോകാം. ഇവിടെയാണ് നമുക്ക് ലങ്കാർ കിട്ടണം. അവിടെ നമ്മൾ പാത്രം എടുത്തിട്ട് അകത്തോട്ട് പോകണം. അകത്ത് പോയി
ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഇവിടെ നമുക്ക് ചായ കിട്ടും. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ചായ കിട്ടും, ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. നമുക്ക് ചായ എടുക്കാം. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും. കിച്ചടി, ഇവിടുത്തെ കിച്ചടി കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫുഡ്. ഇതൊരു ടൈപ്പ് ഓഫ് കിച്ചടിയാണെന്ന് തോന്നുന്നു. ഒരു കഞ്ഞി പോലത്തെ സാധനം, അതിന് ചായയുണ്ട്. കിച്ചടിയാണോ? ഓക്കെ, ഇത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കൂടെ ഫ്രീ ആണ്. ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഇത് ഫ്രീ ആണ്. ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഫുഡ് വെച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞൊന്ന് കുറഞ്ഞ് കണ്ട. ഇതാണ് ഇവിടുത്തെ വ്യൂ, ഇത് മൗണ്ടൈൻ്റെ വ്യൂ. കണ്ടോ, കിടിലം വ്യൂ അല്ലേ? ഇറ്റ്സ് ടു ഗുഡ്. ആക്ച്വലി ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കാണണം. കാര്യം അത്രയും കിടിലം വ്യൂ ആണ്. ഭയങ്കര രസമാണ്. പറ്റുകയാണെങ്കിൽ ഇവിടെ വരിക. ഇത്രയും നല്ലൊരു ഹൈ ആൽറ്റിറ്റ്യൂഡ് സ്ഥലത്ത് നമുക്ക് വരാൻ പറ്റുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റുള്ളൂ. എൻജോയ്ഡ് എ ലോട്ട്. സൂപ്പർ. എങ്ങനെയുണ്ട് ഷിജു ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഇതാ പറയുക, നമ്മൾ ഈ കൈലാസ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ടി വിയിലെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. ലൈഫ് ടൈം എക്സ്പീരിയൻസ്. യെസ്, ഇവിടെ വന്നതിൽ നമ്മൾ കുറച്ച് പാടാണ് ഇവിടെ എത്താൻ. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഇച്ചിരി മടിച്ചിത് വേണമെന്നൊക്കെ വെച്ച് ഗോഡ കയറി ഇവിടെ വന്നു. നമ്മൾ തിരിച്ച് നടക്കണം. പക്ഷേ നമ്മൾ തിരിച്ചുള്ള വ്യൂ ആണ് ശരിയാണ്. നിങ്ങൾക്കിത് സത്യം പറഞ്ഞാൽ ക്യാമറയിൽ ഇതിൻ്റെ വ്യൂ ഒന്ന് സത്യം പറഞ്ഞാൽ ഇത് എത്ര കണ്ടാലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ക്യാമറയിൽ കിട്ടുന്ന വ്യൂ അല്ല ഇവിടെ വരുമ്പോൾ. സോ എപ്പോഴും നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കം ഹിയർ. ഇവിടെ വന്നില്ലെങ്കിലും വേറെ എവിടെയെങ്കിലും ഇതേപോലെ ഹൈ ആൽറ്റിറ്റ്യൂഡ് പ്ലേസസ്, ഒരു മൗണ്ടൻ അല്ലേ, ഒരു 14,000 15,000 ഫീറ്റ് എബോ ഉള്ള ഹിമാലയത്തിൽ എവിടെയെങ്കിലും വരിക. ഇന്ത്യയിൽ നമുക്ക് ഇത്രയും നല്ല സ്ഥലങ്ങളുള്ളപ്പം നമ്മളിത് എന്തായാലും കണ്ടു. ഇത് ഹിമാലയ റേഞ്ചസൊക്കെ. ഇതാണ് പ്രോപ്പർ മൗണ്ടൈൻ റേഞ്ച്. അതാണ് മറ്റേ നമ്മളെ കുതിരയുടെ പയ്യൻ പറഞ്ഞത്. ആക്ച്വലി നിങ്ങൾ ഋഷികേശ് പോയത് ഋഷികേശ് ടൗൺ ആണെന്നാണ് അവൻ പറഞ്ഞത്. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ കുറേ നടക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി അധികം വീഡിയോ ഒന്നും എടുക്കണില്ല. നമ്മൾ താഴെ പോയിട്ട് കാണാം. ഇവിടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് മഞ്ഞ് കണ്ടോ, മഞ്ഞുപാളി. യെസ്, ഇത്ര അടുത്ത് ഇതുവരേക്കും മഞ്ഞുപാളി കണ്ടിട്ടില്ല. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. സോ ഇതാണ് മഞ്ഞ്. അതിനുള്ള മഞ്ഞ് കയ്യിൽ എടുക്കണം. ഇത്ര അടുത്ത് കൊള്ളാം. നല്ല എക്സ്പീരിയൻസ്. എൻ്റെ ഒരു ഊഹാപോഹം ശരിയാണെങ്കിൽ ഈ വെള്ളം വരുന്നത് ആ മഞ്ഞുരുകിയിട്ടാണ്. ആയിരിക്കില്ലേ? അത് ഉരുകിയിട്ടാണ് ഈ വെള്ളം വരണം. ഇത് ഹേംകുണ്ട് സാഹിബിൽ പോകുന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടമല്ല, ഒരു വെള്ളത്തിൻ്റെ ഒരിതും പിന്നെ മഞ്ഞും. യെസ്, അങ്ങനെ നമ്മൾ ഹേംകുണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. ആ താഴെ കാണുന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങാനുള്ളത്. നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് ഇറങ്ങിയല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മളുടെ 3 ദിവസത്തെ ട്രെക്കിംഗ് ഇവിടെ സമാപിക്കുകയാണ്. ഇനി ഗാംഗ്രിയിൽ നിന്ന് തിരിച്ച് ജോഷിമഠിലോട്ട് ഇറങ്ങാനുള്ള ഒരു സാധനമുണ്ട്. അത് പറ്റുകയാണെങ്കിൽ എടുക്കാം. പക്ഷേ ഓൾമോസ്റ്റ് നമ്മളുടെ ട്രെക്കിംഗ് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നല്ല രസമായി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചിലയിടത്തൊക്കെ കുറച്ച് ടഫായിരുന്നെങ്കിലും നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്തല്ലേ. ഈ ട്രെക്കിംഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വ്ലോഗുമായി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ. സോറി, നമ്മളുടെ ഈ ട്രെക്കിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു സ്ഥലത്തും കൂടി വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി പറയുന്നത്. പക്ഷേ ഗൂഗിളിൽ നോക്കുമ്പോൾ ലാസ്റ്റ് വില്ലേജ് എന്ന് കാണിക്കുന്നു. സോ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. എന്തോ ഫസ്റ്റോ ലാസ്റ്റോ ആണ് ഇപ്പം. സോ നമ്മൾ അവിടെ നിൽക്കണം. മാന വില്ലേജ് അല്ലേ? മാന വില്ലേജ്. ബദ്രിനാഥിൽ നിന്നൊരു 1.5 കിലോമീറ്റേഴ്സ് അതേ ഉള്ളൂ അല്ലേ കൃഷ്ണ? സഹി ആണ്. ടു ഗുഡ് പ്ലേസ്. ബദ്രിനാഥ്, മനഗാവ്. ബദ്രിനാഥ്, നമ്മൾ ബദ്രിനാഥിലും പോയായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. അവിടെ അകത്ത് ഫോണ് യൂസ് ചെയ്യുന്ന ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ടെമ്പിളിനകത്ത്. പക്ഷെ അവിടെ കുറേ ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് വെറുതെ നല്ല അടി നാട്ടി കിട്ടുമല്ലോ അല്ലേ, ഉത്തരാഖണ്ഡിൽ ഇടി വാങ്ങണ്ടെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ റിവർ അതെ ആണ് അതിന് മുന്നിലൂടെ ഒഴുകുന്നത്. അവിടുത്തെ
മെയിൻ പൂജാരി മലയാളിയാണ് എന്നൊരു ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്. 1200 വർഷങ്ങളായുള്ള ഒരു പഴക്കം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. യെസ് സ്റ്റിൽ മലയാളം. യെസ്. ഇവിടെ ഫ്രണ്ടിൽ ഋഷു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രെക്കിംഗ് ആണല്ലേ. ഇതോട് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിക്കുന്നു. യെസ്. അപ്പോൾ അടുത്ത ട്രെക്കിംഗ്. അതെ, എനിക്കിനി മാന വില്ലേജ് കാണിച്ചു തരാം. ഇതാണ് മാന വില്ലേജ്. നോക്കൂ, മാന വില്ലേജ് ആക്ച്വലി ഭയങ്കര കിടിലം വ്യൂ ആണ് ഇവിടെ. ആ, ഇവിടെ നിറ്റിംഗ് ഒക്കെ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുൾ അവർ നിറ്റ് ചെയ്യണേ. നമ്മൾ വഴിയിൽ പോകുമ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ നിറ്റ് ചെയ്തോണ്ട് പോകണം. പിന്നെ ഇവിടെ പ്രശ്നമുണ്ട്, ഓക്സിജൻ ലെവൽ കമ്പാരിറ്റീവ്ലി ലോ ആണ്. നമ്മളിടയ്ക്ക് അവിടെ ചെന്ന് ക്രിക്കറ്റ് കളിക്കാൻ നോക്കി, 2-3 ബോളൊക്കെ നോക്കി. അപ്പോൾ അതിന് ശ്വാസം കിട്ടണില്ല, ഓക്സിജൻ ലെവൽ കുറവാണ്. പക്ഷേ ഇവിടുത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിട്ടില്ല ഇല്ലേ. ആ ഒരു ലെഫ്റ്റിൽ അളകനന്ദയാണെന്ന് തോന്നുന്നു ഒഴുകുന്നുണ്ട്. അതിൻ്റെ ചുറ്റും അളകനന്ദയല്ലേ? ആ, അളകനന്ദയാണെന്ന് തോന്നുന്നു. നമുക്ക് കൺഫേം ചെയ്യാം. നമുക്ക് എക്സ്പേർട്സിനോട് ചോദിക്കാം. ജിതിൻ, ये रिवर कौन सा है? हाँ, ये तो वही जो वहाँ पे देखा था अपने बद्रीनाथ में, सेम रिवर. അളകനന്ദ. अलकनंदा. ഓക്കെ, അളകനന്ദയാണ് പറയുന്നത്. തെറ്റാണെങ്കിൽ എവനെ അടിക്കുക. റോങ് എത്തോ ആപ്കോ ഗാലി ദേങ്കെ. നിങ്ങൾ ഫ്രണ്ട് കാണുകയാണെങ്കിൽ അവിടെയാണ് വില്ലേജ്. ശരി, അവിടെ അല്ല വില്ലേജ്, ഇതാണ് വില്ലേജ്. അവിടെയാണ്. കണ്ടോ അവിടെ റിവർ ഉണ്ടോ? അതോ അങ്ങറ്റത്? ഓ, ഇതിൻ്റെ എൻഡിൽ ചൈന ബോർഡറാണ്. നമ്മൾ ചൈന ബോർഡറിലേക്കാണ് നമ്മൾ കൊണ്ടുപോകണം. ആ കണ്ടോ, ഇതിൻ്റെ ചുറ്റും നോക്കി അവിടെ കണ്ടോ മഞ്ഞ്, ഹിമാലയൻ, ഫുൾ ഹിമാലയൻ ഗഞ്ചസ്. മാന ഫസ്റ്റ് വില്ലേജ് റീബ്രാൻഡ് ചെയ്തതാണ്. യെസ്, നേരത്തെ ലാസ്റ്റ് വില്ലേജ് ആണ്. ഓക്കെ. അപ്പോൾ റീബ്രാൻഡ് ചെയ്തത് വില്ലേജസ് ഇന്ത്യയുടെ ലൈക്ക് എൻഡ് ചെയ്യുന്നത് ബോർഡേഴ്സിലല്ല, ഓക്കെ. ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോർഡേഴ്സിലാണെന്ന് വരുത്താൻ വേണ്ടി അവർ റീബ്രാൻഡ് ചെയ്തതിന് ഫസ്റ്റ് വില്ലേജ് എന്ന് പറയും. ഓക്കെ. അതാണ് ഇതിൻ്റെ. ഓക്കെ, താങ്ക് യു ഷിജു, ആ ഗ്യാൻ സെഷന് വേണ്ടി താങ്ക് യു. നമുക്ക് മുന്നോട്ട് ഇവിടെ കുറേ ഷിജു പറഞ്ഞതിലൂടെ കുറേ നിറ്റ് ചെയ്ത ഡ്രസ്സ് ഉണ്ട് കേട്ടോ, ഫുള്ള് ഹാൻഡ് മെയ്ഡ്. പിന്നെ ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു കമ്പ്. ഓടോ, ഇവിടെ കമ്പ്. ആ, ഇത് ഗ്രീൻ ടീ. യാ. പിന്നെ ഇവിടെ കുറേ തൊപ്പിയുണ്ട്, മറ്റേ ഇവരും ടൈപ്പ് തൊപ്പീസ്. ഇതാ നമ്മളിങ്ങനെ പോകണം. കണ്ടോ അവിടുത്തെ വ്യൂ ഉണ്ടോ? ബ്യൂട്ടിഫുൾ. യെസ്, This is not Alaknanda. ആ പേടിച്ച് This is Saraswati starting point. ഓ, ഇത് സരസ്വതി സ്റ്റാർട്ടിംഗ് പോയിന്റ്. അളകനന്ദ അല്ല. After that, Saraswati goes underground and Okay. it's invisible. ഓക്കെ. ഇവിടെ മേളിലോട്ടും ഓപ്ഷൻ ഉണ്ട് ട്രക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ ആ ഓപ്ഷൻ നോക്കുന്നില്ല. വി ആർ ഗോയിങ് ഡൗൺ. അല്ല, ഡൗൺ ചെയ്തിട്ട് അവിടെ നിന്ന് വീണ്ടും ടോപ്പിലോട്ട് പോകാൻ പറ്റും. ഓ, അപ്പുറത്തോട്ട് പോകാൻ പറ്റും ആക്ച്വലി. ഓക്കെ. സോ അവിടെ നിങ്ങളൊരു സ്റ്റാച്യു ഉണ്ടോ നമ്മളുടെ പാണ്ഡവാസിൻ്റെ? ഓ ഐ നോ, ദിസ് ഈസ് ദ വേ വേർ ദ പാണ്ഡവാസ് വേർ ഗോയിങ് ടു ഹെവൻ. ഓക്കെ, ആൻഡ് ദേർ വാസ് എ ഡോഗ് ട്യൂ. ദേർ ഇസ് എ ഡോഗ്. ഓക്കെ. സോ ഇതിൻ്റെ ചരിത്രം പറഞ്ഞുതരാം. സോ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർ ദ വാർ, റൈറ്റ്? After the war, he realized the war and the thing was not useless. Yes. The peace. Yes, peace is everything what they want. Okay. അപ്പോൾ ഓക്കെ, അതിലോട്ട് തിരിച്ചെത്താം. സോ ഇതാണ് സരസ്വതി ഉത്ഭവിക്കുന്നത്. കണ്ടോ, ഇവിടുന്ന് കണ്ടോ, അവിടുന്ന് അണ്ടർഗ്രൗണ്ട് വന്നിട്ട് ഇവിടെ ഇല്ലേ, ഇവിടുന്ന് തുടങ്ങണം കേട്ടോ. സോ ആ സ്റ്റാച്യുവിൻ്റെ കഥ പറഞ്ഞുതരാം. സോ യുദ്ധം കഴിഞ്ഞപ്പോൾ ഐ വിൽ ബി ടോക്കിംഗ് മലയാളം ഫോർ എ ബിറ്റ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, റൈറ്റ്? ഓക്കെ. സോ യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ പാണ്ഡവർ റിയലൈസ് ചെയ്തു ഈ യുദ്ധമൊക്കെ വേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ വേസ്റ്റ് ആയിരുന്നു. ചുമ്മാ സ്വന്തം ബന്ധുക്കളെയൊക്കെ കൊന്നു. ദേ കിൽഡ് ഓൾ ദെയർ റിലേറ്റീവ്സ്, റൈറ്റ്? ഓക്കെ. ഓ സോറി, വീണ്ടും നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. സോ ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സരസ്വതി. കണ്ടോ, ഇതാണ് സരസ്വതിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സരസ്വതി അവിടെ നിന്ന് ഒഴിച്ച് ഇതുവഴി ഒഴുകി ഇതുവഴി പോകുന്നുണ്ട്. കണ്ടോ? സോ സോറി, ഞാൻ 2 തവണ മറ്റേ കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് പറഞ്ഞുതരാം കഥ. സോ ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാണ്ഡവർ റിയലൈസ് ചെയ്തു
യുധിഷ്ഠിരാണെന്ന് തോന്നുന്നു ആദ്യം റിലീസ് ചെയ്തത്. ഈ യുദ്ധം എല്ലാം വേസ്റ്റായിരുന്നു, ഈ സ്വത്തും പണമൊന്നും അല്ല വേണ്ടത്, അവരുടെ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് എന്തിനാണെന്നും പറഞ്ഞിട്ട് അവർ പീസ് തേടി സ്വർഗത്തിലോട്ട് യാത്രയായി. അത് ഇതുവഴിയാണ് യാത്രയായത് എന്നാണ് പറയപ്പെടുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അപ്പം ഇവിടെ അവരുടെ 5 പേരുടെയും പ്രതിമ ഉണ്ട്, പാണ്ഡവരുടെ. കണ്ടോ? അപ്പോൾ അവരുടെ കൂടെ ഒരു പട്ടിയും കൂടി. അങ്ങനെ ഒരു 5 പേരും പോവും. 5 പേരും പോയിട്ട് ലാസ്റ്റ് ഈ വഴിയിൽ ഓരോരുത്തരായിട്ട് വീടും ആക്ച്വലി സ്വർഗത്തിലെത്താതെ. ബട്ട് അറ്റ് ലാസ്റ്റ് ഇതിൻ്റെ മൂത്ത യുധിഷ്ഠിരനല്ലേ, യുധിഷ്ഠിരനും പട്ടിയും മാത്രം സ്വർഗത്തിൻ്റെ അവിടെ എന്നിലെത്തും. അപ്പം കാലനാണെന്ന് തോന്നി യമരാജ് പറയും പട്ടിയെ കയറ്റില്ല, യമരാജിനെ മാത്രം കയറ്റാന്ന് പറയും. ഐ മീൻ യുധിഷ്ഠിരനെ മാത്രം. അപ്പോൾ യുധിഷ്ഠിരൻ പറയും പട്ടിയും കൂടെ കയറ്റിയാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് പറയും. സത്യം പറഞ്ഞാൽ അത് വേഷം മാറി വന്ന യമരാജനായിരുന്നു തോന്നുന്നു. യെസ്, അപ്പോഴാണ് പുള്ളി അതിനകത്ത് കയറുന്നത്. സോ ഇതാണ് ആ സ്റ്റാച്യു. ഇവർ 5 പേരുമുണ്ട്. എനിക്കാണ് ഫസ്റ്റ് യുധിഷ്ഠിരൻ, 5 അല്ല 6 പേരുണ്ട്, സോറി. ഫസ്റ്റ് യുധിഷ്ഠിരൻ, രണ്ടാമത് ഭീമൻ, മൂന്നാമത് അർജുനൻ, 4ാമത് ആരായിരുന്നു? സഹദേവൻ, നകുലൻ, പിന്നെ നടുക്ക് പാഞ്ചാലി. സോ ഇതാണ് ഭയങ്കര രസമുള്ള സ്ഥലം. ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ. അത് നോക്ക്, ഹൈലവ് മാന. എനിക്ക് ക്യാമറ എടുക്കാൻ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫി മോശമായിരിക്കും. ബട്ട് ദിസ് ഈസ് മാന. ഇതാണ് സരസ്വതി. അതാണ് മാനയുടെ മെയിൻ വില്ലേജ്. ഓക്കെ, ടോപ്പിലും കുറച്ചുണ്ട്, അതുവരെ ഉണ്ട്. പിന്നെ അവിടെ എന്തോ ഇത്രയും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് സരസ്വതി വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പാറയിലട്ടിൽ നിന്ന് വരുന്നു, ഇവിടുന്ന് തുടങ്ങുന്നു, ദെൻ ഇവിടുന്ന് അങ്ങ് പോകുന്നു. സോ ഇതാണ് മാന വില്ലേജ്. കഴിഞ്ഞിട്ട് ഇത് മേളിലത്തുള്ള സ്ഥലങ്ങൾ. ഇന്ത്യാസ് ഫസ്റ്റ് ടീ ഷോപ്പ് കണ്ടോ? ആണ് ഇന്ത്യാസ് ഫസ്റ്റ് ടീ ഷോപ്പ്. നമുക്ക് അവിടെ പോയാലോ? 3 ചായ देना और ये भी देना, ये पीनट कितना के? ഇത് 100 രൂപയാണ്, കുറച്ച് കത്തിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു കപ്പലണ്ടിയും, ഇത് പടമല്ല, ഇത് ജീവനുള്ളതാണ്, നിങ്ങൾ കാണുമ്പോൾ പടമെന്ന് വിചാരിക്കും. നോ, ഇതും വാങ്ങി 3 ചായ വെച്ചിട്ട് ചായ പോരും. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് എന്ന് കഴിച്ചു നോക്കാം. ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. സോ ദിസ് ഈസ് മാന വില്ലേജ്. നമുക്ക് ചായയും കൂടി കുടിച്ചിട്ട് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചായ കിട്ടി. നമ്മൾ ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജിൽ നിന്ന് ചായ കുടിക്കുകയാണ്. ചിയേഴ്സ് അടിക്കുക. ഫസ്റ്റ് ഷോപ്പിൽ നിന്ന് ചായ കുടിക്കുകയാണ്. ചിയേഴ്സ്. കൊള്ളാം. ആണോ? രാജ്യസ്നേഹം തുടങ്ങുന്ന ചായ ആണോ? ഞാനും കുടിച്ചോട്ടെ. ശരിക്കും നല്ല ചായ, നല്ല ഏലക്ക ഇഞ്ചിയൊക്കെ ഇട്ട ചായ. അപ്പം മാന വില്ലേജിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ വ്ളോഗിങ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇത് വന്ന് ഇല്ലെങ്കിൽ ഇത് എൻ്റെ ആർക്കൈവിൽ ഇങ്ങനെ കിടക്കും. ഞാൻ ചിലപ്പോൾ ഒരു 10-60 വയസ്സാകുമ്പം ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മളിത് കാണും. ഇതൊക്കെ എടുത്ത് കണ്ട് അയവിറക്കും. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് കാണാം. യെസ്, അപ്പം ഞാനിത് കാണുമ്പോൾ ആലോചിക്കും, ഇങ്ങനെ 2 തെണ്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ എന്ന്. ചിലപ്പോൾ ഇതൊക്കെ എന്തായാലും കട്ടിയില്ല. അല്ല, കട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ ഞാനിത് അല്ലാതെ ആരെങ്കിലും കൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ ഡ്രൈവിൽ ഞാൻ ഒരു പേഴ്സണൽ ഇതായിട്ട് ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് കേൾക്കുമ്പോഴത്തേക്കും നമുക്കിത് മെമ്മറീസ്. യെസ്, അപ്പം ഇത് വരികയാണെങ്കിൽ, നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത്രയും നേരം സാധിച്ചതിന് താങ്ക് യു സോ മച്ച്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇത്തവണത്തെ ട്രാവൽ വിശേഷം, ട്രാവൽ ആൻഡ് ട്രെക്കിംഗ് വിശേഷം. സോ ഇതുപോലത്തെ ഒരു കിട്ടുന്ന സാധനമായിട്ട് അടുത്തോണം കാണാം. അതൊരു ബൈ.